രാവിലെ തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലേജിൽ പോകണമെന്ന്. ഞാൻ അത് കേട്ട് വീണ്ടും കിടന്നുറങ്ങി. ഒരു 10 അച്ഛൻ വിളിക്കാൻ വില്ലേജിൽ പോയി വന്നു. പിന്നെ റോളക്സിന് ചോറും കൊടുത്ത് ഷർട്ടും മുണ്ടും തേക്കാൻ നേരത്താണ് കറണ്ട് പോയത്. എന്നാലും ഷർട്ടും മുണ്ടൊക്കെ തേച്ചിട്ട് വിട്ടാ. കുറച്ച് നേരം കറണ്ട് വന്നു. ഷർട്ടും മുണ്ടും തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞത് ഉഷാറായത് ഡ്രസ്സൊക്കെ മാറിയത് പോകാൻ നേരെ 11 മണി കേട്ടാ. 10:30 വന്നതാ. വൈകി വണ്ടി എടുത്തു. അത്യാവശ്യം നല്ല വെയിലുണ്ട്. നേരിട്ട് ഇതേക്ക് ഉരട്ടിയെത്തി. അപ്പം ഞാൻ പഠിച്ച സ്കൂളാണ് ചേരാമെന്ന് വെച്ചാൽ ആ വഴിക്കുണ്ടാ LF ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം ഫ്രണ്ട്സിനെ. പിന്നീട് ചായയും കുടിച്ച് പതിയെ ഒരു വടയൊക്കെ കഴിച്ച് വെറുതെ റോട്ടിലൊക്കെ നോക്കിന്ന് അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നതാ. ഇതാണ് നമ്മുടെ പടക്കുതിര. പിന്നെ നേരിട്ട് നമ്മളിതേ വില്ലേജ് പോയി. വില്ലേജ് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞിറങ്ങി. അപ്പം ചേട്ടാ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബുക്ക് വിൽക്കണുണ്ട്. അതൊന്നും മേടിച്ച് വണ്ടിയിലിട്ടത് നേരിട്ട് വീട്ടിലേക്ക് പോകണം. പിന്നെ ഒറ്റക്കാലത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഒറ്റ പഞ്ചായത്ത്, വില്ലേജ്, ഹോസ്പിറ്റല് എല്ലാം ഒരു സറൗണ്ടിലാട്ടോ. നമ്മൾ നേരിട്ട് പറ്റിപ്പൊളി ഒടുക്കത്തെ വെയിൽ. പള്ളിയിലകത്ത് കയറില്ല, ഒരു കല്യാണമൊക്കെ ഉണ്ട്, പ്രാർത്ഥനയും കാര്യങ്ങളും പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിലേക്ക്. ഒടുക്കത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. എങ്ങനെയും വീട്ടിലെത്തിയാൽ മതി. നമുക്ക് വിശപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ചെന്ന് ചോറ് എടുത്തത് പരിപ്പുകാരും പയറുകറി. നല്ല വിശപ്പുണ്ടായി. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അനിയൻ വന്ന് ഒരു പാട്ടും കാര്യങ്ങളൊക്കെ നോക്കി എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ട്യൂണും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാട്ടിൻ്റെ വരികളും കാര്യങ്ങളും ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ടും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് ഫുള്ളും കഴിഞ്ഞ് 4 ചായ കുടിക്കാൻ പോയി. തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ നിങ്ങളുടെ ഫ്രണ്ടായ കൂട്ടാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ബൈ.